ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, റിമ മിസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടുന്ന് എന്തായിട്ടും ക്വസ്റ്റ്യൻ വരും മക്കളെ. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ആ ഒരു ക്വസ്റ്റ്യനാണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. ചേഞ്ചസ് ബ്രോട്ട് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചർ. അതായത് വസ്ത്രനിർമ്മാണ രംഗത്ത് യന്ത്രങ്ങളുടെ ഉപയോഗം കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? യന്ത്രങ്ങൾ വസ്ത്രനിർമ്മാണ രംഗത്ത് ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ളത് എന്നാണ് പഠിക്കാനുള്ളത്. എന്തായാലും ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരും മക്കളെ, എന്തായാലും നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ്. അതായത് വസ്ത്ര ഉൽപാദനത്തിൽ വർധനവുണ്ടായില്ലേ? പുതിയ പുതിയ മെഷീനറീസ് അവിടെ യന്ത്രങ്ങളെല്ലാം അങ്ങ് ചെയ്യൂലേ? അപ്പോൾ അവിടെ കോമൺലി പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് വസ്ത്രങ്ങളുടെ ആവശ്യം കൂടി വരും. അപ്പോൾ വസ്ത്രത്തിൻ്റെ ആവശ്യം കൂടി വരുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് നമ്മൾ മറികടക്കുക? ഒരുപാട് യന്ത്രങ്ങളല്ലേ, ഒരുപാട് മെഷീൻസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ അവിടെ വസ്ത്ര ഉൽപാദനത്തിൽ വർധനവുണ്ടാക്കിയത്. വസ്ത്രത്തിൻ്റെ ഉൽപാദനത്തിൽ വർധനവുണ്ടാക്കി. ദെൻ റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലാബർ. മനുഷ്യൻ്റെ അധ്വാനത്തിൽ കുറവ് വന്നു. കാരണം മനുഷ്യരിങ്ങനെ അധ്വാനിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, കാരണം ഒക്കെ യന്ത്രങ്ങൾ മെഷീൻസ് അങ്ങ് ചെയ്തോളും. ദെൻ അടുത്തത് ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്. ദെൻ വസ്ത്രങ്ങളിൽ വൈവിധ്യമാർന്നുള്ള മെഷീനറീസിലൂടെ വൈവിധ്യമാർന്ന വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. ദെൻ ക്വാളിറ്റി ക്ലോത്തിങ്. ക്വാളിറ്റി വെച്ചാൽ നല്ല ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങി യന്ത്രങ്ങൾ യൂസ് ചെയ്തപ്പോൾ. ദെൻ സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്. വസ്ത്രങ്ങളുടെ വ്യാപനം. ഇതൊക്കെയാണ് മെഷീൻസ്, യന്ത്രങ്ങൾ കണ്ടുപിടിച്ചതോടുകൂടി നമ്മുടെ വസ്ത്രനിർമ്മാണ രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഇതെന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. എന്തായാലും മക്കൾ പഠിക്കണം. ഓക്കെ, ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.